ഈ വിഷകല അങ്ങനെയുള്ള വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ഇതെന്ത് കുട്ടിക്കളിയാണോ തോന്നിപ്പോകും. കാരണം നിസ്കാരത്തിന് മുമ്പ് വുളു എടുക്കുമ്പോൾ കൈ ആദ്യം കഴുകണോ, ചെവി ആദ്യം, ഇങ്ങനെയുള്ള വലിയ വിഷയങ്ങളാണ് അവർ വിതർക്കങ്ങൾ നടത്തുന്നത്. അത് അഡ്രസ്സ് ചെയ്യാൻ ചിലർക്ക് ഭയമാണ്. കാരണം അതൊക്കെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനൊക്കെ വിഷകലയാവുന്നത്. ഞാൻ പറയുന്നത് എവിടെയൊക്കെ കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കതങ്ങ് അവഗണിച്ച് വിട്ടാൽ മതി. അപ്പോൾ അവഗണിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ചാക്ക് കെട്ടിയിട്ടാണെങ്കിലും 2 സ്ത്രീകളെ സന്നിധാനത്ത് കൊണ്ടുപോയി യുവതീ പ്രവേശനം നടത്തി എന്ന അഹങ്കാരത്തോടെ പറഞ്ഞ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ഞങ്ങൾ എന്തൊക്കെ മറന്നാലും അത് മറക്കില്ല. ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടക്കാൻ പോവുകയാണ്. അത് ഇടതിൻ്റെ ഒരു നയം ഇപ്പോൾ അങ്ങനെയാണ്. വേഷം കെട്ടിയോണ്ട് ആട്ടിൻതോലിട്ടുകൊണ്ട് ചെന്നായ ഒരിക്കലും ആടാവില്ല. ഹിന്ദുക്കളും മനുഷ്യരാണ് എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ വരണം. ഇവിടെ കേരളത്തിൽ ഹിന്ദുക്കൾക്ക് ഐക്യമില്ല എന്ന് എപ്പോഴെങ്കിലും ടീച്ചറിന് തോന്നിയിട്ടുണ്ടോ? കാരണം മതവും പ്രണയവും തമ്മിൽ കൂട്ടിക്കെട്ടണ്ട. പ്രണയിക്കുന്നവർക്ക് കണ്ണു നോക്കൂല എന്നാ പറയുക. കാരണം അപ്പം ഒന്നും യാഥാർത്ഥ്യ ബോധം അംഗീകരിക്കാതെ അവിടെ എങ്ങനെയാണ് മതം കയറി വരുന്നത്?